Hi everyone, this is Yabin Say from Evika. അങ്ങനെ നമ്മുടെ iOS 17.5-ൻ്റെ ആർസി റിലീസ് നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 5.81 GB എൻ്റെ iPhone 8 വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു ബേറ്റയിൽ നിന്ന് ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്കോ അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ നിന്ന് ബേറ്റിലേക്കോ ജമ്പ് ചെയ്യുമ്പോൾ വലിയൊരു സൈസ് വരുന്നത് കോമൺ ആണ്. സോ ആ ഒരു സൈസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. സോ ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ പറഞ്ഞ ബിൽഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 17.5 21F79 എന്ന്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ബേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു RCയിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിട്ടും നമുക്ക് വരാൻ പോകുന്നത്. ഈ ഒരു RC അപ്ഡേറ്റിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന കണക്ടിവിറ്റിയും ബാക്കി കാര്യങ്ങളും ആ ഒരു സെയിം പാറ്റേൺ തന്നെയായിരിക്കും ഈ പറയുന്ന 17.5-ൻ്റെ RCയിലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കുറേയധികം കൂട്ടുകാർക്ക് ഹലോ സ്ക്രീൻ ബൂട്ടപ്പ് ആകുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു സ്ക്രീൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഹലോ സ്ക്രീൻ ബൂട്ടപ്പ് ആയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള എല്ലാ പുതിയ അപ്ഡേഷൻസും ബാക്കി കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത് വന്ന മേജർ മാറ്റമാണ് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുക. ഇവിടെ നേരെ താഴത്തേക്ക് പോയി കണ്ട് ഈ പറഞ്ഞ വാൾപേപ്പർ സെക്ഷനിൽ പോവാം. അവിടെ പുതിയ ഒരു വാൾപേപ്പർ കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ പറഞ്ഞ പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യാം, താഴത്തേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പുതിയ ഒരു പ്രൈഡിൻ്റെ വാൾപേപ്പർ കളക്ഷൻസ് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ടാപ്പ് ചെയ്യാൻ മനസ്സിലാവും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് പ്രൈഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു വാൾപേപ്പറാണ് പുതുതായിട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് വാച്ച് ഫേസും പുതുതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വാച്ച് ഫേസും ഈ പറഞ്ഞ പ്രൈഡ് വാൾപേപ്പറും 17.5-ഉം വാച്ച്OS 10.5-ലും മാത്രമാണ് ലഭിക്കുന്നത്. അതേപോലെ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രൈവസി ആൻഡ് ട്രാക്കിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു അൺനോൺ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടെങ്കിൽ ഐഫോണോ അല്ലെങ്കിൽ ഐപാഡോ മാക്ബുക്കോ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ അൺനോൺ ട്രാക്കിംഗ് ഡിവൈസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ കൊല്ലവും ആപ്പിൾ ഈ പറഞ്ഞ പ്രൈവസി ആൻഡ് ട്രാക്കിംഗ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ സ്പോർട്സ് സെർച്ചിലാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോഡ്കാസ്റ്റിന് സെർച്ച് ചെയ്തു. പോഡ്കാസ്റ്റിന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ എടുക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ചധികം റിസൾട്ട് വരാത്തത്. പക്ഷേ നിങ്ങൾ യൂഷ്വലി ഈ പറയുന്ന എല്ലാ പോഡ്കാസ്റ്റും അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂസിക് എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്പിൾ മ്യൂസിക്കും ബാക്കി യൂട്യൂബ് മ്യൂസിക്കും വരുന്നുണ്ട്. ഇനി ആപ്പിൾ മ്യൂസിക് എന്ന് മാത്രം സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് എടുക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ പറഞ്ഞ സ്പോർട്സ് സെർച്ചിൽ വരുന്നതാണ്. ഈ ഒരു ഓരോ മാറ്റവും iOS 18-ലേക്ക് വരുമ്പോൾ ഈ പറയുന്ന AI യൂസ് ചെയ്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ആപ്പിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആപ്പിൾ നോക്കുന്നുണ്ട്. സോ അതിൻ്റെ ഓരോ ചവിട്ടുപടിയായിട്ടാണ് ആപ്പിൾ ഈ പറയുന്ന മാറ്റങ്ങൾ സ്പോർട്സ് സെർച്ചിലും ബാക്കി കാര്യങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി iOS 17.5-ൽ ആപ്പിൾ ഇപ്പോഴും കൊണ്ടുവരാത്ത കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ iOS 17.4-ൻ്റെ ബീറ്റാസിൽ കൊണ്ടുവന്നു. പക്ഷേ iOS 17.4-ലും കൊണ്ടുവന്നില്ല, iOS 17.5-ലും ആപ്പിൾ കൊണ്ടുവന്നില്ല. ആ ഒരു ആദ്യത്തെ മാറ്റമാണ് ഈ പറയുന്ന സ്റ്റോപ്പ് വാച്ച് നമുക്ക് ഡൈനാമിക് ഐലൻഡ് സപ്പോർട്ട് ഇപ്പോഴും കൊണ്ടുവന്നിട്ടില്ല. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡൈനാമിക് ഐലൻഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഡൈനാമിക് ഐലൻഡിലേക്ക് വരുന്നതായിരിക്കില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ ഷെയർ പ്ലേ ഓപ്ഷൻ ആപ്പിൾ iOS 17.4-ൻ്റെ ബീറ്റയിൽ കൊണ്ടുവന്നായിരുന്നു. അതായത് നിങ്ങൾ ബ്ലൂടൂത്ത് സ്പീക്കറോ ഹോം പോഡോ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർ പ്ലേയിലുണ്ടായ നേരത്തെ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് മറ്റുള്ള ആപ്പിൾ യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനും കണക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കറും ഹോം പോഡിലും ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു ബീറ്റയിൽ iOS 17.4-ൻ്റെ ബീറ്റയിൽ. പക്ഷേ ഇത് iOS 17.4-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിലും ഈ പറഞ്ഞ iOS 17.5-ലും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. അതേപോലെ ഇപ്പോഴും ആപ്പിളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു ബഗ്ഗാണ് ഈ പറഞ്ഞ അലാറം ബഗ് എന്ന് പറയുന്നത്. കുറേയധികം കൂട്ടുകാർ ഈ പറഞ്ഞ ഫോൺ അലാറം വെച്ചതിന് ശേഷം ഇങ്ങനെയായിരിക്കും വെക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ ഫോൺ അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അലാറം അടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല. ആ ഒരു പ്രശ്നം ആപ്പിളിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഐഫോണിലും കേൾക്കുന്നുണ്ട്. ആ ഒരു ബഗ്
റിസോൾവ് ചെയ്തോ ഇല്ലയോ എന്ന് ആപ്പിൾ ഈ പറയുന്ന അപ്ഡേഷൻ്റെ ബാക്കി കാര്യത്തിൽ പറയുന്നില്ല. സോ അങ്ങനെ എന്തെങ്കിലും ബഗ്ഗുകൾ, മേജർ ബഗ്ഗുകൾ ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാ യൂസേഴ്സിനും കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നതായിരിക്കും. ഈ പറയുന്ന മേജർ 3 ബഗ്ഗുകളും അല്ലെങ്കിൽ മേജർ 3 മാറ്റങ്ങളും ആപ്പിൾ iOS 17.5 കൊണ്ടുവന്നിട്ടില്ല. ഇനി നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പ് എടുക്കാം. ഇവിടെ റീസെൻ്റ് ആക്ടിവിൽ iOS 17.5 ആ റിലീസ് നോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു റിലീസ് നോട്ടിൽ ആപ്പിൾ എന്തൊക്കെ റിസോൾവ് ചെയ്തു, അതേപോലെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പുതിയ ബഗ്ഗുകൾ ഉള്ളതെന്ന് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ കാര്യത്തിലും സ്റ്റോർ കിറ്റിലും വാൾപേപ്പറിലും റിസോൾവ്ഡ് ഇഷ്യൂസാണ് കാണിക്കുന്നത്. ഈ സിമ്മിൽ നമുക്കൊരു പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ കോർ മോഷനിൽ പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസിയിൽ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്. ആക്സസിബിലിറ്റിയിൽ പുതിയൊരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആപ്പിലൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അലാറം ബഗ്ഗോ ബാക്കി കാര്യങ്ങളോ ഒന്നും ആപ്പിലൂടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഇതേപോലെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെവലപ്പേഴ്സിനും അതേപോലെ നമുക്ക് മനസ്സിലാക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഒരു പെർഫോമൻസാണ് എനിക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുക്കാം, അത്യാവശ്യം ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ആപ്പ് സ്റ്റോർ എടുക്കാം, നമുക്കറിയാം ഇത് ഇൻ്റർനെറ്റും കൂടെ ബേസ് ചെയ്താണ് ഇതിൻ്റെ സ്പീഡ് നമുക്ക് ലഭിക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെൽത്ത് ആപ്പ് എടുക്കാം. ഹെൽത്ത് ആപ്പ് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ കലണ്ടർ ആപ്പ് എടുക്കാം. കലണ്ടർ ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുണ്ട്. ക്യാമറ ആപ്പ് എടുക്കാം. ക്യാമറ ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ പെർഫോമൻസിൽ വലിയ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ വെയിലത്ത് യൂസ് ചെയ്യുകയോ അതേപോലെ ഓവറായിട്ട് ഹീറ്റ് ആവുകയോ ചെയ്താൽ നമ്മുടെ ഡിവൈസിൻ്റെ പെർഫോമൻസ് എന്തായാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഹീറ്റിംഗ് ആൻഡ് തേർമൽ ഇഷ്യൂയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഡിവൈസിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ് അത്യാവശ്യം നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കേസും ബാക്കി കാര്യങ്ങളും ഇട്ട് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഡിവൈസ് ചൂടാകുന്നുണ്ട്. സോ എപ്പോഴും നിങ്ങൾ ഔട്ട്ഡോർ യൂസ് ചെയ്യാതെ നോക്കുക, ഇൻഡോർ മാക്സിമം നിങ്ങളുടെ ഡിവൈസ് യൂസ് ചെയ്യാൻ നോക്കുക. ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി സർവീസാണ് നിൽക്കുന്നത്. 75% എൻ്റെ ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഡിവൈസിൽ അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കുന്നില്ല. എന്നാൽ കൂടെയും എൻ്റെ ഡിവൈസിൽ ഈ പറഞ്ഞ 75% ബാറ്ററി പെർസെൻറ്റേജിൽ നല്ല ഒരു ഫീഡ്ബാക്ക്, എനിക്ക് ഡീസൻ്റ് ആയൊരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറും 43 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 മണിക്കൂറും 30 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഈ ഒരു ഡിവൈസിൽ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റിയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളും ഇതേപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ബാറ്ററി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി iOS 17.5 ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നായിരിക്കും വെച്ചാൽ മിക്കവാറും നമുക്ക് നെക്സ്റ്റ് വീക്ക് 14th രാത്രി 10:30 ഈ പറഞ്ഞ iOS 17.5 ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കാനുള്ള ചാൻസ്. കാരണം ഇപ്പോൾ ആപ്പിൾ ഒരു കറക്റ്റ് വീക്ക്ലി സൈക്കിളിലാണ് പോകുന്നത്. അതേപോലെ പിറ്റേ ദിവസം ഒന്നെങ്കിൽ 14-ാം തീയതി രാത്രി തന്നെ അല്ലെങ്കിൽ 15-ാം തീയതി രാത്രി നമുക്ക് iOS 17.6 ബീറ്റ 1 കാണാൻ ചാൻസ് ഉണ്ട്. ജൂൺ 10-ാം തീയതി നമുക്ക് ഈ പറഞ്ഞ WWDC 2023 വരുന്ന ശേഷം iOS 18 ബീറ്റ 1 നമുക്ക് ലഭിക്കും. ഇനി ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും നമ്മൾക്കറിയാവുന്ന പോലെ iOS 18 കുറേയധികം ജാം പാക്ക് ആയിട്ടുള്ള ആ ഒരു അപ്ഡേഷൻ നമ്മുടെ iOSൽ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17.5 പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതിലുള്ള പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ടെലിഗ്രാം വഴിയും അതേപോലെ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് തുടങ്ങി നമ്മുടെ ഈ പറഞ്ഞ 2 സോഴ്സിലും കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Bin Xavier signing from Evica.